ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ സുഖമല്ലേ? കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വയറിൽ ഉണ്ടാകുന്ന പുണ്ണ് മാറാൻ ഒരു കിടിലൻ മോര് കറി. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം അതിന് ആവശ്യം അയമോദകം, ചെറിയ ഉള്ളി, മുരിങ്ങയെ മരത്തിൻ്റെ തൊലി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താലോ. അപ്പം ഇവിടെ ഞങ്ങൾ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് നല്ല നാടൻ മോരാണ് മോര് കറിക്ക് ഏറ്റവും നല്ലത്. അപ്പം ഈ കട്ട തൈര് ഞങ്ങൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഉപ്പൊന്നും ഇടരുത്, അവസാനം ഇട്ട് കൊടുത്താൽ മതി ഉപ്പൊക്കെ ആവശ്യത്തിന്. അപ്പോൾ ഇവിടെ ഒന്ന് നന്നായി ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അവസാനമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉലുവ വറുത്ത് പൊടിച്ചിങ്ങാണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉലുവ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചതച്ചെടുത്ത വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, മുരിങ്ങ മരത്തിൻ്റെ തൊലിയും അയമോദവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് നല്ലവണ്ണം ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോര് കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പം കൂട്ടുകാരെ, അവസാനമായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.